ഞാനും എൻ്റെ സുഹൃത്തുക്കളുമായി ആലപ്പുഴയിലേക്ക് നടത്തിയ ഒരു യാത്രയുടെ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ഈ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട്. സാധാരണ ആലപ്പുഴയിൽ പോയി ഹൗസ് ബോട്ടിലൊക്കെ കയറി ചുറ്റിക്കറങ്ങണമെങ്കിൽ 10,000 എണ്ണി നൽകണം. എന്നാൽ വെറും 14 രൂപയ്ക്ക് ബോട്ടിലൂടെ ഏകദേശം 2.5 മണിക്കൂർ ചുറ്റിക്കറങ്ങി ആലപ്പുഴയുടെ ഭംഗി ആസ്വദിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. കൊല്ലത്ത് നിന്നും ഞങ്ങൾ ട്രെയിനിലാണ് ആലപ്പുഴയിലേക്ക് സഞ്ചരിച്ചത്. എന്നാൽ നേരിട്ടുള്ള ട്രെയിൻ ലഭിക്കാതിരുന്നതുകൊണ്ട് കായംകുളത്ത് ഇറങ്ങി കണക്ഷൻ ട്രെയിനിലൂടെയാണ് ആലപ്പുഴയിലേക്ക് എത്തിയത്. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. അങ്ങനെ ഞാനിപ്പോൾ കൊല്ലത്ത് നിന്നും ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അപ്പുറത്തേക്ക് പോവുകയാണ്. അവിടെ നിന്നും ഞങ്ങൾ പ്രൈവറ്റ് ബസ്സിൽ കയറിയാണ് അടുത്തുള്ള ബോട്ട് ജെട്ടിയിലേക്ക് യാത്ര ചെയ്തത്. പ്രൈവറ്റ് ബസ്സിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം ഒരല്പം നടന്നു വേണം നമ്മൾ ബോട്ട് ജെട്ടിയിലേക്ക് എത്താൻ. അങ്ങനെ ഞങ്ങൾ ബോട്ട് ജെട്ടിയിലെത്തി. ഞങ്ങളിപ്പോൾ ആലപ്പുഴ ബോട്ട് ജെട്ടിയിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് KTDCയുടെ ബോട്ടിൽ കയറിയിട്ട് ഞങ്ങൾ കാവാലത്തേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. കാവാലത്ത് നിന്ന് വൈകുന്നേരം വരെ തിരിച്ചിങ്ങോട്ട് ബോട്ടുകളുണ്ട്. ഇവിടെ നിന്നും KWRTCയുടെ ബോട്ടാണ് നമുക്ക് ലഭിക്കുക. വെറും 14 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് റേറ്റ്. നമുക്ക് ഏകദേശം 2.5 മണിക്കൂർ നേരം കൊണ്ടാണ് ആലപ്പുഴ ജെട്ടിയിൽ നിന്നും കാവാലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താൻ എടുക്കുന്ന സമയം. ബോട്ടിൽ ഒരുവിധം ആളുകൾ നിറഞ്ഞപ്പോൾ ബോട്ട് പെയ്യെ ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്നും യാത്ര തുടങ്ങി. സൈഡിൽ ഇതുപോലെയുള്ള ഹൗസ് ബോട്ടുകളൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു. പോകുന്ന വഴിയിൽ അവിടെയൊക്കെ ചില കണ്ടൽ കാടുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ പ്രൈവറ്റ് ബസ്സിലൊക്കെ കാണുന്നത് പോലെ ഓരോ ജെട്ടിയിലും ആളുകളെ ഇറക്കിയും കയറ്റിയുമായിരുന്നു ബോട്ട് യാത്ര. ബോട്ടിൽ അത്രയ്ക്ക് അധികമൊന്നും ആളുണ്ടായിരുന്നില്ല. സത്യത്തിൽ ഞങ്ങളെല്ലാ പേരും യാത്ര നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അപ്പോൾ ഒരു പറ്റം താറാക്കൂട്ടങ്ങൾ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഒടുവിൽ ഞങ്ങൾ കാവാലത്തെത്തി. ഞങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള നല്ല കള്ള് ഷാപ്പുകൾ ഉണ്ടെന്ന് അറിഞ്ഞാണ് കാവാലത്തേക്ക് തന്നെ ടിക്കറ്റ് എടുത്തത്. എന്നാൽ ഫാമിലിക്കൊക്കെ ആഹാരം കഴിക്കാൻ പറ്റിയ നല്ല ഹോട്ടലുകൾ ഈ പ്രദേശത്തൊക്കെ തന്നെ വേറെ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു.
അപ്പോൾ അങ്ങനെ കാവാലത്ത് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് ഫുഡ് കഴിക്കാനായിട്ട്. അവസാനം എല്ലാരും കൂടി എന്നെ പൊക്കി എടുത്തോണ്ട് പോവുകയായിരുന്നു. അയാളല്ലേ ബോധം കിട്ടി വീണത്? അശോകേട്ടൻ എന്തിനാ പൊക്കിക്കൊണ്ട് പോയത്? വിജയശ്രീലാൽ ഇതിനായി എന്നെ സുഹൃത്തുക്കൾ ചേർന്ന് പൊക്കിയെടുത്തോണ്ട് പോയെന്നാണ് പറഞ്ഞത്. പിന്നെ ചാരായ ഷാപ്പിന് മുന്നിൽ ചെന്ന് എന്നെ താഴെ ഇട്ടുള്ളൂ. അശോകേട്ടൻ കുടിക്കുവോ? അയ്യോ, ഞാൻ കുടിക്കില്ല. ചാരായ ഷാപ്പിന്റെ ഇപ്പുറത്തെ ഊടുവഴി കൂടെ നമുക്ക് വീട്ടിലോട്ട് പോകാലോ. ഓ അത് ശരി. ആഹാരത്തിന് ശേഷം നിറഞ്ഞ മനസ്സും നിറഞ്ഞ വയറുമായി ഞങ്ങൾ അവിടുന്ന് മടക്കയാത്ര ആരംഭിച്ചു.